പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലേഡർ USS LSS NMMS യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജോമെട്രിക്കൽ ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജാമിതീയ രൂപങ്ങളായിട്ട് ബന്ധപ്പെട്ട പല ക്വസ്റ്റ്യൻസ് കാണാം. ഇത്തവണ 10 മാർക്കിൻ്റെ ചോദ്യമാണ് USSന് വരുന്നതെങ്കിൽ അതിൽ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും നമ്മുടെ വരകളും കോണുകളും രേഖീയ ജോഡികൾ എന്ന ഈ വിഭാഗത്തിൽ നിന്നൊരു ചോദ്യമുണ്ടാവും. കാരണം 5ാം ക്ലാസ്സിലും പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് കോണുകൾ, ആംഗിൾ എന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒരു 3 മാർക്കിൻ്റെ ചോദ്യം വരാണ്. ഇത് പലപ്പോഴും പല ടോപ്പിക്സായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് അത്തരം ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ? ഇവിടെ നോക്കാം. പാരലൽ ലൈൻസ്, ലീനിയർ പെയർ, ആംഗിൾസ് എന്നീ വിഭാഗത്തിൽ നിന്ന് ഒരു 3 മാർക്കിൻ്റെ ചോദ്യം ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ 2-3 കാര്യങ്ങൾ ഈ പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് 6ാം ക്ലാസ്സിലാണ് കാര്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആണ് എന്നുള്ള വസ്തുത അത് നിങ്ങൾക്കറിയാം. മറ്റൊന്ന്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള വസ്തുത അറിയാം. മറ്റൊന്ന്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. മറ്റൊന്ന്, കറസ്പോണ്ടിങ് ആംഗിൾസ്. പിന്നെ കോ ഇൻറ്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യം എളുപ്പമാണ്. നമുക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചോദിച്ച ഒരു ചോദ്യം എടുത്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്നിച്ചൊന്ന് പഠിക്കാം. ഈ ചോദ്യം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കാം. ഇപ്പോൾ 2 പാരലൽ ലൈൻ വരച്ചു. ഇതും ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു. ഇവിടെ സ്കെയിൽ വെക്കാതെയാണ് വരച്ചത്. നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നല്ല വൃത്തിയിൽ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. AB, ഇത് CD, ഇവിടെ PQ, അതുപോലെ ഇവിടെ E എന്ന് പേര് കൊടുത്തു. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. AB പാരലൽ CD, ABക്ക് പാരലാണ് CD. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കോൺ EB ആണ്. കോൺ QEB എന്ന ഈ കോണാണ് കണ്ടുപിടിക്കുന്നത്. QEB എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട കോൺ ഇതാണ്. ഇത് എത്രയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് ഒരളവിടെ തന്നിട്ടുണ്ട്. ഈ അളവ് തന്നിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കേണ്ടത് കോൺ QEB എന്ന കോണാണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഒരു കോണിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 120. AB പാരലൽ CD എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെയുള്ള ഈ കോണിൻ്റെ അളവ് കണ്ടെത്തുക? ഇത് വളരെ സിമ്പിളാണ് ഈ ചോദ്യം. ഇവിടെ നമുക്ക് ഇത് 120 ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണും 120 തന്നെ ആയിരിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് ഇത് 120, ഇതും 120 ആണ്. ഇനി ഇത് 120 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണും എന്തായാലും 120 ആയിരിക്കും. ഞാൻ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നിട്ടില്ലാത്ത കാര്യമായതുകൊണ്ടാണ്. ഇത് നമ്മൾ പ്രത്യേക കളർ കൊണ്ട് തന്നെ മാർക്ക് ചെയ്താൽ മതി. അപ്പം മനസ്സിലാവും. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് 120. ഇവിടെ വരുന്നത് ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ.
ഇനി അതിനു മുമ്പ് ചോദ്യത്തിൽ തന്നെ മറ്റൊരു കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്, അതിവിടെ ചേർക്കാൻ വിട്ടുപോയതാണ് 40 ഡിഗ്രി. അപ്പോൾ ഈ 120 40 നേരത്തെ ഇവിടെ ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ 120, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ 120, ഇത് 120, ഇത് 40, 120 40 കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ 160. 120 40 കൂടി ചേർന്നാൽ 160. അതേസമയത്ത് ഇത് നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിളാണ്. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാൻ ആ 120നെ കുറച്ചിങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് 20 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് ഇത് 20 കിട്ടുന്നത് ഒന്നുകൂടി പറയാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 120, ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിയപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആംഗിളായി. ആ കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതെന്തായി? ഓപ്പോസിറ്റ് ആംഗിളായി. ഇവിടെ നേരത്തെ 40 തന്നിട്ടുണ്ട്. 120ഉം 40ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 160 കിട്ടുന്നു. 160ൻ്റെ കൂടെ 20 കൂട്ടിയാലാണ് 180 കിട്ടുന്നത്. അത് ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180 ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 120 ആണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ചാടിപ്പോയാൽ നമുക്ക് ലീനിയർ പെയറിലേക്കാണ് പോകുന്നത്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ രേഖീയ ജോഡി. രേഖീയ ജോഡി പഠിച്ചിട്ടുണ്ടാവും. രേഖീയ ജോഡികൾ അനുപൂരകങ്ങളായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 20 ആണെങ്കിൽ ഇത് രണ്ടും കൂടിയും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 160. അപ്പോൾ സോ കോൺ QEB ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. ഇത് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് കൂട്ടുകാർ പഠിച്ചു വെക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം. ഈ ഫിഗറിൽ MN പാരലലാണ് RS, MN പാരലൽ RS എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പാരലായിട്ട് വരുന്നത് PQ പാരലൽ ST, PQയും STയും പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൺ SPQ. നിങ്ങൾക്ക് അളവുകൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പ്രത്യേകം തന്നതെങ്കിൽ ആ ഫിഗർ തന്നെ നിങ്ങൾ ആ അളവുകൾ അടയാളപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ P എന്ന ഈ SPQ എന്ന ഈ കോണിൻ്റെ അളവാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 70 തന്നിട്ടുണ്ട്. ഈ 70 നമുക്ക് തന്നിട്ടില്ല. ഈ 70 നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ ഉള്ളത് 70 ആകുമ്പോൾ ഇതും 70 ആയിരിക്കും. കാരണം ദീസ് ആംഗിൾസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, സമാന കോണുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള അളവ് തന്നെയായിരിക്കും ഇവിടെയുള്ള അളവ്. അപ്പോൾ ഇവിടുത്തെ കിട്ടി. ഈ അളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടുപിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. കാരണം ഇവിടെയുള്ള 70 ഇവിടെയാണെങ്കിൽ ഇത് രണ്ടും ഈ സമാന്തര വരകൾക്ക് പാരലൽ ലൈൻസിന് ഇടയിലാണ്. നമുക്ക് എപ്പോഴും കോ ഇൻറ്റീരിയർ ആംഗിൾ കാണാൻ കഴിയുക കോ ഇൻറ്റീരിയർ ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകൾ കോ ഇൻറ്റീരിയർ ആംഗിൾ അതെപ്പോഴും ഈ സമാന്തര വരകൾക്ക് ഇടയിൽ ഉള്ളിലാണ് നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ആന്തര സഹകോണുകളുടെ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പ്രത്യേകത 2 കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടുത്തെ ഈ കോണ് ആ സമയത്ത് 110 ആയിരിക്കും. 110ഉം 70ഉം കൂടി കൂട്ടിയാലാണ് 180 കിട്ടുക. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, കോ ഇൻറ്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ, ആന്തര സഹകോണുകളും ബാഹ്യ സഹകോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 2 കൂടിയും കൂട്ടിയാൽ 2ൻ്റെ അളവുകൾ അനുപൂരകങ്ങളായിരിക്കും, അല്ലെങ്കിൽ 180 ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നേരത്തെ പഠിച്ചിരിക്കുന്ന ഈ
കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള അളവിനേക്കും ഇത് തന്നെ ഉണ്ടാവുക. പിന്നെ ആൾട്ടർനേറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ 60 കൊടുത്തു, ഇവിടെ നമുക്ക് 120 ആയിരിക്കും. 120ഉം 60ഉം കൂടി കൂട്ടിയാൽ 150 ലീനിയർ പെയറാണ്. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഈ 60ൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇവിടെ ഉള്ളത്, അതും 60 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും 120 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാവുമ്പം ഇത് ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ഇങ്ങനെ കോണുകളുടെ ചിത്രം, ഓരോ കോണിൻ്റെയും ആൾട്ടർനേറ്റ് ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ, കോ ഇൻറ്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾ, ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇവ തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന അളവ് 110 ആണ്. 110 ശരി. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് കറസ്പോണ്ടിങ് ആംഗിൾസ് അത് ഈക്വൽ ആയിരിക്കും, ഈക്വൽ. ഓൾട്ടർനേറ്റ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ആംഗിളും അതും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി കോ ഇൻറ്റീരിയർ ആംഗിൾ രണ്ടും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. കോ എക്സ്റ്റീരിയർ ആംഗിളും അതും 180 ആയിരിക്കും. ഈ വസ്തുത മനസ്സിലാക്കി വെക്കുക. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ അളവുകളുടെ തുക അത് 180 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽ വരുന്ന ചോദ്യത്തിന് ആൻസർ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. ആന്തര സഹകോണുകൾ, ബാഹ്യ സഹകോണുകൾ, അതേപോലെ ആൾട്ടർനേറ്റ് ആംഗിൾ, ഇത് നമുക്കൊന്ന് ഈ ചിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ഇവിടെയുള്ള ആൾട്ടർനേറ്റ് ആംഗിൾ, മറുകോണുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നീല കളർ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഇത് രണ്ടും തുല്യമാണ്, ഇതേ അളവ് തന്നെയാണ് ഇവിടെ വരിക. ഇവിടെ ഞാൻ റെഡ് കളർ കൊണ്ട് കാണിച്ചിരിക്കുന്നതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അതേപോലെ ഇവിടെ ബ്ലാക്ക് കളർ കൊണ്ട് കാണിച്ചിരിക്കുന്നതും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഈ ഗ്രീൻ കളറും ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഇപ്പം മറുകോണുകൾ ഇത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ നീലയുടെ ഇതേ അളവ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ചിത്രം നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് കോ ഇൻറ്റീരിയർ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളും എന്താണെന്ന് നോക്കും. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇതും അതിൽ ഇതും ഇതും ഈ 2 അളവുകളും ഈ 2 കോണുകളും കോ എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇത് സമാന്തര വരകൾക്ക് പുറത്താണ്. പാരലൽ ലൈനിൻ്റെ പുറത്തായിട്ടായിരിക്കും ഇത് കാണുക. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടുക. ഇവിടെയുള്ള അളവും ഇവിടെയുള്ള അളവും കൂടി തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. അതേസമയത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ, ഇവിടെയുള്ള അളവും ഇവിടെയുള്ള അളവും കൂടിയും നമുക്ക് ഒരേപോലെ ആയിരിക്കും. ഇതേ അളവിലേക്ക് ഇവിടെ ഉണ്ടാവുക, ഇതേ അളവിലേക്ക് ഇവിടെ ഉണ്ടാവുക. അപ്പം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. അതേസമയത്ത് കോ ഇൻറ്റീരിയർ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളും, ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കോ എക്സ്റ്റീരിയർ ആംഗിൾ ഒന്ന് ഇതാണ്, ഇത് രണ്ടും സമാന്തര വരകൾക്ക് പുറത്താണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 180 കിട്ടുക. അപ്പോൾ ദ സം ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആർ 180. അതേപോലെ തന്നെയാണ് കോ ഇൻറ്റീരിയർ ആംഗിളും. ഇത് നമുക്ക് ഈ സമാന്തര വരകൾക്കുള്ളിലാണ്. ഇപ്പോൾ 2 കറുപ്പ് അടയാളങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ആന്തര സഹകോണുകളാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180. അതേപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ അളവ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 180. ഓക്കെ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, തുല്യമായിരിക്കും. കോ എക്സ്റ്റീരിയർ ആംഗിളും കോ ഇൻറ്റീരിയർ ആംഗിളും ഞാൻ പറഞ്ഞു, ഇതെല്ലാം സമാന്തര വരകൾക്കുള്ളിലാണ് ഉണ്ടാവുക. ഈ നീലയും ഈ നീല കളറും കൊടുത്തിരിക്കുന്നത് കോ ഇൻറ്റീരിയർ ആംഗിളാണ്. ആ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ രണ്ടിൻ്റെയും തുക 180 ആയിരിക്കും. അതേപോലെ കോ എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് രണ്ടും കൂടിയും കൂട്ടിയാലും 180 ആയിരിക്കും. ഈ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക.
ഈ ചിത്രം മുഖേന അത് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ നന്നായിട്ട് അത് നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഇതിനനുസരിച്ച് നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ഇവിടെ EF അതുപോലെ GH ദീസ് ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ആ പാരലൽ ലൈനാണ് ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ H എന്ന കോണിൻ്റെ അളവ്, അതായത് JHI എന്ന ഈ കോണിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അളവുകൾ 70 ഡിഗ്രി 40 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്. ഈ 70 വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ അളവ് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ അളവത്തിലായിരിക്കും 70ൻ്റെ കൂടി എത്ര കൂട്ടിയാലാണ് നിങ്ങൾ 180 കിട്ടുക എന്ന് നോക്കണം. 110 കൂട്ടിയാലാണ്. കാരണം 70ഉം 110ഉം കൂടിയാണ് 180. കാരണം ഇത് രണ്ടും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി, പഠിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 110 ഇടാനുള്ള കാരണം. ഇനി ഈ 110ൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും 110 ആയിരിക്കുമല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളും കിട്ടി. ഇത് രണ്ടും കൂടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും, അത് 110 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് 40 നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ 110ൻ്റെ കൂടെ 40 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടുക. 150 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ കോണിൻ്റെ അളവത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റുമല്ലോ, 30 ഡിഗ്രി ആയിരിക്കും. കാരണം 150ൻ്റെ കൂടി 30 കൂട്ടിയാലാണ് ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ അളവുകളുടെ തുക കിട്ടുക, അതായത് 150 കിട്ടുക. സോ കോൺ H is equal to 30 ഡിഗ്രി. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും 3 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് തരുന്നൊരു ഹോംവർക്കാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിക്കോളൂ. ഇതും ഒരു ഇയറിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ ഒന്ന് നോക്കാം. AB പാരലൽ CD, AB പാരലൽ CD, ABക്ക് പാരലായിട്ടാണ് CD വരുന്നത്. ഇവിടെ P എന്ന ഈ കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു കോണിൻ്റെ അളവും തന്നിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് O എന്നിട്ട് പേര് കൊടുക്കാം. ഈ O എന്ന ഈ കോണിൻ്റെ അളവ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് Xൻ്റെയും Yൻ്റെയും വില കണ്ടുപിടിക്കുക എന്നാണ് നിങ്ങളുള്ള ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ ഉള്ളത് എന്തായാലും 80 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് രണ്ടും 80 ആണെന്ന് പറയാൻ കാരണം? ദീസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. ഇനി ഇത് 80 ആണെങ്കിൽ ഈ X ഇപ്പം തന്നെ വില കിട്ടും. X ഇത് രണ്ടും ലീനിയർ പെയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 180 ആണ്. അപ്പോൾ Xൻ്റെ വില കിട്ടി. X is equal to 100 കിട്ടി. അപ്പോൾ Xൻ്റെ വില ഇവിടെ 100 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് Xൻ്റെ വില 100 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇനി Yയിലേക്ക് വരാം. Yയുടെ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Yയുടെ വില കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ 85 തന്നിട്ടുണ്ട്. ഇത് 85 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Yയുടെ വില, ഇത് രണ്ടും ഈ സമാന്തര വരകൾക്കുള്ളിലാണ്. സമാന്തര വരകൾക്കുള്ളിലുള്ളതിനാണല്ലോ നമ്മൾ പറയുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സം ഓഫ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ 180 എന്നാണ്. 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 85ൻ്റെ കൂടെ 95 കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുക? 180 കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് Yയുടെ അളവ് കിട്ടി 95. സോ X is equal to 100, Y is equal to 95 ഡിഗ്രി. ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് 2015 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കോ ഇൻറ്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്, ലീനിയർ പെയർ, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെ അളവുകളുടെ തുക 180. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രൂപങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.
എന്തായാലും ഒരു പരീക്ഷയ്ക്ക് ഒരു 10 മാർക്കിൻ്റെ ചോദ്യമുള്ള ഒരു പരീക്ഷയ്ക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് വരും. അത് നിങ്ങൾ മിസ്സാക്കരുത്, നന്നായിട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ SS-ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ. ഇവിടെ ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് നമുക്ക് ഇവിടുത്തെ വീതി തന്നിട്ടുണ്ട്, നീളവും തന്നിട്ടുണ്ട്. നീളം നിങ്ങൾ നോക്കൂ, 3, 2, 5, 4, 9 സെൻറ്റിമീറ്ററാണ് നീളം. അതുപോലെ 4 സെൻറ്റിമീറ്ററാണ് വീതി കൊടുത്തിരിക്കുന്നത്. ഇത് മൊത്തം എത്രയാണ് വരുന്നത്? 9 × 4 മൊത്തം നമ്മളോട് 36 4 × 36 ചതുരശ്ര സെൻറ്റിമീറ്റർ cm². അതാണ് ഇതിൻ്റെ ഏരിയ മൊത്തം കിട്ടുന്നത്. പക്ഷേ അതേ സമയത്ത് ഇതില്ല. എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും? നിങ്ങൾ നോക്കൂ, ഇതേ അളവ് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഇത് നിങ്ങളൊരു പേപ്പറിൽ ഇതേ അളവ് കട്ട് ചെയ്ത് വെച്ച് നോക്കൂ, ഇതിൻ്റെ സമാനമായ അളവായിരിക്കും ഇത്. അപ്പം ഒരു ഭാഗം ഇല്ല. ഇനി അടുത്ത നോക്കൂ, ഇതിൻ്റെ അതേ അളവ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 2 സെയിം അളവായിട്ടാണ് വരിക. ഇത് 2 സെയിം അളവായിട്ട്. ഈ രീതിയിൽ വരുമ്പോൾ നിങ്ങളിത് പ്രത്യേകം കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 36ൻ്റെ പകുതി 36/2 എന്ന് പറഞ്ഞാൽ 18 സെൻറ്റിമീറ്റർ² ആയിരിക്കും ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഒന്നുകൂടി നോക്കൂ, ഇവിടെ 2 × 4 വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അതേ കട്ടിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ശരിക്കും ഇതിൻ്റെ അതേ കട്ടിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം 4 × 2 2 × 4 ഇവിടെ 4 ആയിരിക്കുമല്ലോ. അപ്പോൾ 4 × 2. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ ഒരു പോർഷൻ നോക്കൂ, ഇത് 4 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് സമാനമായിട്ട് നമുക്കിവിടെ വരുന്നത് ഇതേ 4 ഇവിടെ ഉണ്ട്, കണ്ടോ? ഇതിന് സമാനമായിട്ട് ഇവിടെ ഉണ്ട് ഒരു സംഭവം. അതുപോലെ ഇതിന് സമാനമായിട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് 2 ഈക്വലാണ്, ഇത് 2 ഈക്വലാണ്, ഇത് 2 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ 36ൻ്റെ പകുതിയായിട്ട് 18 സെൻറ്റിമീറ്റർ² ആണ് ഇത് വരിക. പിന്നെ ഫിഗറായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. Hi sir, I am Gina Fatima studying in St. Michael's Girls High Secondary School, Castile. I am a viewer of your Ladder USS NMS channel. You have already mentioned that some questions are related to another type of question. Sir, I have a doubt. 100² minus 99² plus 98² up to 1². Sir, could you please solve it? ഫാത്തിമ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിനുള്ള ആൻസർ ഇതിൻ്റെ ചെറിയ സംഖ്യ എടുത്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്താണ്. 20² minus 19² plus 18² എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ടോപ്പിക്കായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഇവിടെ ഇതേ സമാനമായ ചോദ്യമാണ്. 1 മുതൽ തുടർച്ചയായ 100 എണ്ണൽ സംഖ്യയുടെ തുക എത്ര എന്നാണ് ഈ ചോദ്യം. 1 മുതൽ തുടർച്ചയായ 100 എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? 100 × 101/2 അല്ലെങ്കിൽ 50 × 101 അല്ലെങ്കിൽ 5050. ഈ ചോദ്യം ഇതാണെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ ചോദ്യം തന്നെയാണ് ഈ 100² minus 99² plus 98² minus 97² അങ്ങനെ 1² വരെ ചെയ്ത് കഴിഞ്ഞാൽ, ഇതേ ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ തുകയിലേക്ക് ഇത് ടേൺ ചെയ്യുക എന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞാണ്. വേണമെങ്കിൽ ഒന്നുകൂടി ആ കാര്യം ഓർപ്പിക്കാം. നിങ്ങൾ നോക്കൂ, 100² minus 99², അത് ഇപ്പോൾ 2² minus 1² എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം കൂടി കൂട്ടിയതിൻ്റെ തുല്യമാണ്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 1² എന്ന് പറഞ്ഞാൽ 1 ആണ്, 4ന് 1 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. അത് 2ഉം 1ഉം കൂടി കൂട്ടിയാൽ മതി. അതുപോലെ 4² minus 3², 2 അടുത്തടുത്ത 2 വർഗ്ഗസംഖ്യകളുടെ വ്യത്യാസം ആ എണ്ണൽ സംഖ്യയുടെ തുകയായിരിക്കും, ആ നിസർഗസംഖ്യയുടെ തുകയായിരിക്കും. ഇപ്പോൾ 4² എന്ന് പറഞ്ഞാൽ 16, 3² എന്ന് പറഞ്ഞാൽ 9, 16 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 ആണ്. അത് 4 3 കൂടിയും കൂട്ടിയാൽ മതി. അങ്ങനെയാകുമ്പോൾ ഇവിടെ 100² തൊട്ടതായുള്ള 99² ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 100 + 99 എന്നാണ്. പ്ലസ് 98 ഇവിടെ ഉണ്ട്. 98² minus 97² എന്ന് പറഞ്ഞാലോ 98 + 97 ആണ്.
ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ഡിസെൻഡിങ് ഓർഡറിലല്ലേ ഈ കാര്യമുള്ളത്. 100, 99, 98, 97, ഇങ്ങനെ 96, ഇങ്ങനെ പോയി പ്ലസ് 2 + 1 എന്നാണ് വരിക. ഇപ്പോൾ 2² - 1² എന്ന് പറഞ്ഞാലോ 2 + 1 ആണ്. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ൽ 1 കുറച്ചാൽ 3 ആണ്. 2 1 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രീതിയിലാണ് വരിക. ഇത് തിരിച്ചെഴുതിക്കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇത് വേണേൽ തിരിച്ചിങ്ങോട്ട് എഴുതാം. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം അങ്ങനെ കൂട്ടി 100 വരെ കൂട്ടിയാൽ എത്ര? അതിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചതാണ്. 100 × 101/2 അല്ലെങ്കിൽ 50 × 101 5050. 1100ൻ്റെ പകുതി 5050. ഇതേ രീതിയിലുള്ള ചോദ്യം നമുക്ക് USSനും പ്രതീക്ഷിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. USS അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ലിങ്ക് നിങ്ങൾ പരിചയപ്പെടുത്തുക. നിങ്ങളുടെ ഇതിന് പ്രത്യേക നോട്ട് തയ്യാറാക്കുക. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാഠഭാഗത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചറിയിക്കുക. 8686171729 എന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ്.